36 ലക്ഷത്തിലധികം നഴ്സുമാരുണ്ട് എന്നതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ രേഖകൾ പറയുന്നത്. ഇതിൽ 28ലധികം ലക്ഷം പേർ മലയാളികളാണ്. ആരോഗ്യ മേഖലയ്ക്ക് നിർണായക സംഭാവനകൾ നൽകുന്ന നഴ്സുമാർക്ക് തുച്ഛമായ സേവന വേതന വ്യവസ്ഥയിൽ പണിയെടുക്കേണ്ടി വരുന്നു എന്നത് ദയനീയമായ കാര്യമാണ്. 8 വർഷത്തിനിപ്പുറം നഴ്സുമാർ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സർക്കാരിനും മാനേജ്മെന്റുകൾക്കും അത് കാണാതിരിക്കാനാകില്ല. രാഹുൽ സുരേഷ് തൊടുപുഴയിൽ നിന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, പറയൂ. റോഷ്നി, രാജപദവി, പട്ടിപ്പണി, പിച്ചക്കാശ്, ഇതാണ് നഴ്സുമാരുടെ നിലവിലെ അവസ്ഥ. നമ്മളുള്ളത് തൊടുപുഴ BMH ആശുപത്രിക്ക് മുന്നിലാണ്. നഴ്സുമാരുടെ പ്രതിനിധികൾ ആണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇപ്പോൾ ഈ അടിസ്ഥാന ശമ്പളം 20,000 രൂപയൊക്കെ എന്ന് പറയുമ്പോഴും ആ പൈസ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ആ പൈസ വെച്ച് ഒരു കുടുംബം മുന്നോട്ട് പോകുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 20,000 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ദൈനംദിന ചിലവുകൾ എന്തേലും ജീവിത സാഹചര്യങ്ങളുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ 2018 ഈ അടിസ്ഥാന ശമ്പളം 20,000 രൂപ എന്ന ഉള്ള ഫിഗർ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അത് ഇപ്പോൾ 2026 ആകുമ്പോഴും ചികിത്സാ ചെലവുകൾക്കും മറ്റു ഹോസ്പിറ്റലുകൾ ഈടാക്കുന്ന തുകകൾ പലതവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ അടിസ്ഥാന ശമ്പളം 20,000 എന്നുള്ളത് 1 രൂപ പോലും പിന്നീട് വർദ്ധിപ്പിക്കുകയോ അതിനെപ്പറ്റി മറ്റ് ചർച്ചകളിലൂടെ സമവായത്തിലെത്താനൊന്നും അവർ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ വർഷം 3 വർഷത്തിനോ 5 വർഷത്തിനോ ഇടയ്ക്കെങ്കിലും ഈ ശമ്പള വർധനവ് പുനഃസ്ഥാപിച്ചിരിക്കണമെന്ന്. ഇടുക്കിയിലുള്ള ആളുകൾ മണ്ണിൽ പണിയെടുത്ത് പൊരുതി ഉണ്ടാക്കിയ പണം കൊണ്ട് നേടിയെടുത്ത ജോലിയാണ്. അന്ന് ഈ ജോലിക്ക് കയറുന്ന സമയത്ത് ഇത്രയ്ക്ക് തുച്ഛമായിരിക്കും ശമ്പളം എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, നമ്മൾ പറഞ്ഞു കേട്ടത് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമുക്ക് നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റും, നന്നായി ജോലി ചെയ്യാൻ പറ്റും, നല്ല സാഹചര്യം ഉണ്ടാകും, ജോലി അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച് ജോലി ചെയ്യുന്നത്. പക്ഷെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. നമുക്ക് അടിസ്ഥാന ശമ്പളം പോലും പല ഹോസ്പിറ്റലിലും നമുക്ക് കിട്ടുന്നില്ല. ഷിഫ്റ്റ് നമുക്ക് 6-6-12 ഷിഫ്റ്റ് ഗവൺമെൻറ് നടപ്പിലാക്കിയാലും അതും പല സ്ഥലത്തും ചില ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഒരു റെസ്റ്റിംഗ് ടൈം നമുക്ക് കിട്ടുന്നില്ല. നിരവധി പേരുടെ ശബ്ദങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ